ഹലോ മക്കളെ, ഇന്ന് എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്ററാണ് കേട്ടോ. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ചെയിൻ ഓഫ് ലൈഫ്. ദ ചെയിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ജീവികളും നമ്മുടെ ജീവിതത്തിൽ ഓരോ ജീവികളും ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണക്ട് ചെയ്തിട്ടാണല്ലേ, ചെയിൻ പോലെ കണക്ട് ചെയ്തിട്ടാണല്ലേ ഉള്ളത്. അത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കൂടുതൽ പാഠഭാഗത്തു നിന്ന് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താണ് താഴെ എഴുതിയിട്ടുള്ളത്? ഒരു പിക്ചറൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ ഒബ്സർവ് ചെയ്യാനാണ്, നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നിരീക്ഷിക്കുക. അപ്പോൾ വിച്ച് ബേർഡ് ഈസ് ഇൻ ദ പിക്ചർ? ഏത് ബേർഡാണ് ഈ പിക്ചറിൽ കാണുന്നത്? കിങ് ഫിഷർ ആണല്ലേ. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ് മെയിൻ ഫുഡ്? ഇതിൻ്റെ മെയിൻ ഫുഡ് എന്താണ്? ഇതെവിടെയാണ് നിൽക്കുന്നത്? കിങ് ഫിഷർ എന്ന് പറഞ്ഞാൽ മെയിൻ ഫുഡ് ഫിഷ് ആണ് അല്ലേ. വേർ ഈസ് ദ ബേർഡ് യൂഷ്വലി സീൻ? ഈ ബേർഡിനെ നമ്മൾ മെയിനായിട്ട് എവിടെയാണ് കാണുക? വെള്ളത്തിൻ്റെ അരികിലൊക്കെ ആയിട്ടാണ് അല്ലേ. പിന്നെയോ വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? എന്തുകൊണ്ടാണ് ഇവർ വെള്ളത്തിൻ്റെ അരികിൽ തന്നെ താമസമാക്കുന്നത്? അത് പെട്ടെന്ന് അവർക്ക് ഫിഷ് ആണല്ലോ അവരുടെ മെയിൻ ഭക്ഷണം. അപ്പോൾ പെട്ടെന്ന് ഫിഷിനെ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അതിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് അവർ താമസിക്കുന്നത്. പിന്നെന്താണ്? ദ കിങ് ഫിഷർ ലിവ്സ് ഇൻ ബറോസ് ഓൺ റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്. അങ്ങനെ പറഞ്ഞാൽ ദ കിങ് ഫിഷർ താമസിക്കുന്നത് എവിടെയാണ്? ബറോസ് എന്ന് പറഞ്ഞാൽ മാളങ്ങളിലാണ്. റിവർ ബാങ്ക്സ് ഓർ നിയർ പോൺസ്, കുളത്തിൻ്റെയും നദീതീരത്തിൻ്റെ ഒക്കെ അടുത്തായിട്ടുള്ള ഓരോ മാളത്തിലാണ് ഈ കിങ് ഫിഷർ താമസിക്കുന്നത്. ദേ മോസ്റ്റ്ലി ചൂസ് പ്ലേസസ് നിയർ വാട്ടർ സോഴ്സസ് വേർ ദേ ക്യാൻ ഫിഷ്. അതെന്തുകൊണ്ടാണ് അവർ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ കൂടുതൽ ചൂസ് ചെയ്യുന്നത്? ഫിഷിനെ പെട്ടെന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. There are many creatures around us who eat various kind of food. നമ്മുടെ ചുറ്റുപാടും പലതരത്തിലുള്ള ഫുഡ് കഴിക്കുന്ന ജീവികളുണ്ട് അല്ലേ. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ദാറ്റ് ദ ഈറ്റ്? അപ്പോൾ പലതരം ഫുഡ് ഏതൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ് ഏതൊക്കെയാണ്? വാട്ട് ഈസ് ദ മെയിൻ ഫുഡ് ഓഫ് ഗോട്ട്? ഗോട്ട് കഴിക്കുന്ന മെയിനായിട്ടുള്ള ഫുഡ് എന്താണ്? ഗോട്ട് പറഞ്ഞാൽ ആട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്തും ഒരുപാട് ഫുഡ് ഐറ്റംസ് കഴിക്കുന്ന ജീവികളുണ്ട് അല്ലേ. പലതരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഓരോ ജീവികളും കഴിക്കുന്നത്. ഇപ്പോൾ ഗോട്ട് കഴിക്കുന്ന, ആട് കഴിക്കുന്ന മെയിൻ ഫുഡ് എന്താണ്? നമുക്ക് പറയാൻ പറ്റും ലീഫാണ് അല്ലേ മെയിനായിട്ടുള്ള ഫുഡ്. പിന്നെന്ത് പറയാം? പിന്നെ ഗ്രാസ് പറയാം അല്ലേ, പുല്ല്. പുല്ലും ഇലകളുമാണ് അല്ലേ ആട് മെയിനായിട്ട് കഴിക്കുന്നത്. പിന്നെയോ വിച്ച് അതർ ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പാർട്സ് ഓഫ് പ്ലാന്റ്? ഇതുപോലെ പ്ലാന്റ് കഴിക്കുന്ന മറ്റുള്ള ജീവികൾ ഏതൊക്കെയാണ്? ഇവിടെ 2 പേര് കൊടുത്തിട്ടുണ്ട്, ഡിയർ ആൻഡ് റാബിറ്റ്. ഇനി നമുക്ക് ഏത് കൊടുക്കാം? പശു ഉണ്ട് അല്ലേ, കൗ കൊടുക്കാം. അതുപോലെ എലിഫൻറ്റ് കൊടുക്കാം. ഓക്കെ, അപ്പം 4 എക്സാമ്പിൾ ആയിട്ടുണ്ട് പ്ലാന്റ് കഴിക്കുന്ന ജീവികൾ. അടുത്ത പേജിൽ ഒബ്സർവ് ദ പിക്ചർ. ഈ പിക്ചർ നല്ലോണം നിരീക്ഷിക്കാനാണ് പറയുന്നത്. ഈ പിക്ചറിൽ എന്തൊക്കെയാണുള്ളത്? മുകളിൽ തന്നെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട് അല്ലേ, തുമ്പി. അടുത്തതായിട്ടോ കൊക്കിന് എന്താണ് പറയുക? ക്രെയിന്. പിന്നെ ഒരു കാക്ക ഉണ്ട് അല്ലേ, കാക്കക്ക് എന്താ പറയുക? ക്രോ. പിന്നെയോ ഒരു സ്നെയിൽ ഉണ്ട് അല്ലേ, ഒരു ഒച്ച്. പിന്നെ അടുത്തതായിട്ടൊരു ടർട്ടിലുണ്ട്. പിന്നെയോ ക്രാബ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ ഉണ്ട്. പിന്നെ ഒരു ഫ്രോഗ് ഉണ്ട്. പിന്നെ ഒരു സ്നേക്കും ഉണ്ട് അല്ലേ. പിന്നെ ഇപ്പുറമായിട്ട് ചെറിയൊരു ഫിഷ് ഉണ്ട് അല്ലേ, സ്മോൾ ഫിഷ്. ഇനി റൈറ്റ് ഡൗൺ ദ ക്രിയേച്ചേഴ്സ് സീൻ ഇൻ ദ പിക്ചർ. അപ്പം നമ്മൾ ഈ പിക്ചറിലുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനും പേര് എഴുതിയിട്ടുണ്ട് അല്ലേ. വിച്ച് ഓഫ് ദീസ് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ പ്ലാന്റ്സ്? അപ്പോൾ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് തിന്നുന്ന ജീവികൾ ഇതിൽ ഏതൊക്കെയാണെന്നാണ് എഴുതേണ്ടത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്മോൾ ഫിഷസ്. പിന്നെ ഏതാണ് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സിൻ്റെ കുഞ്ഞൊക്കെ തിന്ന്? എന്താണ്? സ്നെയിൽ തിന്നു അല്ലേ, ഒച്ച്. അപ്പോൾ നമുക്ക് സ്മോൾ ഫിഷസ്, സ്നെയിൽ എന്ന് എഴുതി കൊടുക്കാം. അടുത്തത് വിച്ച് ക്രിയേച്ചേഴ്സ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്? കുഞ്ഞു മീനുകളെ തിന്നുന്നത് എന്തൊക്കെയാണ്? നമുക്കിതിൽ കൊക്കും കാക്കൻ്റെയും പേര് എഴുതാം. അപ്പോൾ കൊക്കിന് ക്രെയിൻ എന്നും കാക്കക്ക് ക്രോ എന്നും എഴുതി കൊടുക്കാം. എവറി ക്രിയേച്ചർ ഇൻ ദ പിക്ചർ ഫീഡ്സ് ഓൺ സം അതർ ഓർഗാനിസം. ഈ പിക്ചറിലുള്ളതായാലും ലോകത്തുള്ള എല്ലാ ജീവികളും ഒന്നൊന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒന്നൊന്നിനെ ആഹാരമാക്കുന്നതാണ് ഉള്ളത് എല്ലാ ജീവികളും. സ്മോൾ ഫിഷസ് ഫീഡ് ഓൺ പ്ലാന്റ്സ്. ചെറിയ ഫിഷ് ഉണ്ടല്ലോ, മീനുകളൊക്കെ ചെറിയ ചെടികളൊക്കെയാണ് കേട്ടോ, ചെറിയ ഇലകളൊക്കെയാണ് തിന്നുക. അതുപോലെ തന്നെ ലാർജ് ഫിഷസ് ഫീഡ് ഓൺ സ്മോൾ ഫിഷസ്. വലിയ മീനുകളാണെങ്കിലോ ചെറിയ മീനുകളാണ് അല്ലേ. പിന്നെയോ
ക്രെയിൻസ് ഫീഡ് ഓൺ ഫിഷസ്. അതുപോലെ നമ്മുടെ കൊക്ക് ഫിഷിനെ കഴിക്കും. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ഇൻ ദ ഫീൽഡ്. ഈ പ്ലാന്റ് കഴിക്കുന്ന വേറെ അല്ലാത്ത ജീവികളെ പേരും കൂടെ ഇതിലേക്ക് ഈ ഇല്ലസ്ട്രേഷൻ പൂർത്തിയാക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ആഡ് ചെയ്യാനാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ പ്ലാന്റ് തന്നിട്ടുണ്ട്. പ്ലാന്റ് കഴിക്കുന്നത് ആരാണ്? സ്മോൾ ഫിഷ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വേം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ലാതെ നമ്മൾ പ്ലാന്റ് കഴിക്കുന്നത് ആരാണ്? സ്നെയിൽ കൊടുക്കാം അല്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഒച്ച്, അതിനെ കൊടുക്കാം. പിന്നെ അതിന് കഴിഞ്ഞതിന് ശേഷം സ്മോൾ ഫിഷിൻ്റെ നേരെ 2 ഹാരോ പോകുന്നുണ്ട്. ഒരു ഹാരോ വരുന്നത് ലാർജ് ഫിഷ്. സ്മോൾ ഫിഷിന് എന്ത് കഴിക്കും? ലാർജ് ഫിഷ് കഴിക്കും. അതുപോലെ സ്മോൾ ഫിഷിന് ഫ്രോഗും കഴിക്കും അല്ലേ? ഇത് ലാർജ് ഫിഷിനെയും ഫ്രോഗിനെയും എന്ത് കഴിക്കും? രണ്ടിനെയും ക്രെയിന് കഴിക്കും അല്ലേ? അങ്ങനെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് വേമാണ്. വേമിന് എന്ത് കഴിക്കും? വേമിന് എന്താണ് കഴിക്കുക? ഫ്രോഗൊക്കെ കഴിക്കും അല്ലേ? അപ്പം നമുക്ക് അവിടെ ഫ്രോഗ് എന്ന് എഴുതി കൊടുക്കാം. പിന്നെ എന്താണ്? ലിങ്ക്ഡ് ടുഗദർ. ഡിയർ, റാബിറ്റ് ആൻഡ് ഗ്രാസ് ഹോപ്പർ ആർ പ്ലാന്റ് ഈറ്റിംഗ് ക്രിയേച്ചേഴ്സ്. ഡിയറും റാബിറ്റും ഗ്രാസ് ഹോപ്പറും ഒക്കെ എന്താണ്? പ്ലാന്റ് ആണല്ലേ കഴിക്കുക. കംപ്ലീറ്റ് ദ ഫുഡ് റിലേഷൻഷിപ്പ് ബൈ ആഡിങ് അതർ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഫീഡ് ഓൺ ദം. അപ്പോൾ നമ്മൾ പ്ലാന്റ് കഴിക്കുന്ന ഇവരെ എന്താണ് കഴിക്കുക എന്നുള്ളത് നമ്മൾ ഇപ്പുറത്ത് എഴുതുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതായത് പ്ലാന്റ് ഡീർ കഴിക്കും, മാന് കഴിക്കും അല്ലേ? മാനിന് എന്ത് കഴിക്കും? നമുക്ക് ടൈഗർ എന്ന് എഴുതാം. അടുത്തതായിട്ട് പ്ലാന്റ് റാബിറ്റ് കഴിക്കുന്നു. റാബിറ്റിന് എന്ത് കഴിക്കും? കുറുക്കൻ കഴിക്കും അല്ലേ? മുയലിന്. അപ്പം നമുക്കവിടെ ഫോക്സ് എന്ന് എഴുതി കൊടുക്കാം. പിന്നെയോ പ്ലാന്റ് ഗ്രാസ് ഹോപ്പർ, പച്ചത്തുള്ളൻ എന്താണ് കഴിക്കുക? പൂച്ചൊക്കെ കഴിക്കൂലേ? അപ്പോൾ കേറ്റ് എന്ന് എഴുതി കൊടുക്കാം നമുക്ക്. പിന്നെയോ പ്രസൻറ്റ് ദ കംപ്ലീറ്റഡ് ഫുഡ് റിലേഷൻഷിപ്പ് ഇൻ ദ ക്ലാസ്. അത് പോട്ടെ, അത് ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ ലിവിങ് ബീയിങ് ഡിപ്പെൻഡ് ഓൺ വൺ അനദർ ഫോർ ഫുഡ്. നമ്മുടെ ജീവികൾ ജീവിക്കാൻ വേണ്ടി ഒന്നിനെ മറ്റൊന്ന് ഡിപ്പെൻഡ് ചെയ്തും കൊണ്ടാണ് ജീവിക്കുന്നത് ഫുഡിന് വേണ്ടിയിട്ട്. ദിസ് ഇൻ്റർ റിലേഷൻഷിപ്പ് എമംഗ് ദം ഈസ് ദ ഫുഡ് വെബ്. ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ എന്താണ് പേര് പറയുന്നത്? ഫുഡ് വെബ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് താഴെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്, അതൊന്ന് നോക്കാം. ഇത് ഒരു ആഹാര ശൃംഖല, അതായത് ഫുഡ് ചെയിൻ എന്നൊക്കെ പറയും കേട്ടോ. കുറേ ഫുഡ് ചെയിൻ കൂടി ചേർന്നതാണ് എന്ത്? ഫുഡ് വെബ്. അപ്പോൾ ഒന്നാമത്തെ ഫുഡ് ചെയിൻ എന്താ നോക്കാം. ഒന്ന്, ഒരു ട്രീ കാണിക്കുന്നുണ്ട്. ട്രീയുടെ നേരെ ഒരു ഡിയർ ഉണ്ട് അല്ലേ? മാനുണ്ട്. മാനിന് എന്ത് കഴിക്കും? കടുവ കഴിക്കും അല്ലേ? അപ്പോൾ ഒരു ആഹാര ശൃംഖലയായില്ലേ, ഒരു ചെയിനായില്ലേ. പിന്നെയോ അടുത്തത് നോക്കാം. മരം, പിന്നെ കൗ. അത് കഴിഞ്ഞിട്ട് കൗവിന് എന്ത് കഴിക്കും? വീണ്ടും ടൈഗർ തന്നെ കഴിക്കും അല്ലേ? അപ്പം 2 ആയി. പിന്നെ നമുക്ക് അടുത്തത് ഇവിടെ നെല്ല് തന്നിട്ടുണ്ട്. നെല്ല് എന്ത് കഴിക്കും? പശു കഴിക്കും. പശുവിന് എന്ത് കഴിക്കും? കഴുകൻ കഴിക്കും എന്നാണ് അല്ലേ എഴുതിയിട്ടുള്ളത്. അപ്പം 3 എണ്ണമായിട്ടുണ്ട്. അടുത്തത് നെല്ല്, ഗ്രാസ് ഹോപ്പർ, അതുപോലെ തന്നെ ബേർഡ്, കിളികൾ, ഫോക്സ്, പിന്നെ കഴുകൻ, അത്രയും തന്നിട്ടുണ്ട്. അപ്പം 4 എണ്ണമായി. പിന്നെ നെല്ലിന് എലി കഴിക്കും, എലിയെ പൂച്ച കഴിക്കും, പൂച്ചയെ വീണ്ടും പുലി കഴിക്കും. അതുപോലെ തന്നെ നെല്ല്, മാന്, പുലി. അപ്പോൾ എത്ര എണ്ണമായി? ഒന്നാമത്തത് പുല്ല്, മാന്, കടുവ 1 ആയി. പിന്നെ പുല്ല്, പിന്നെ പശു, കടുവ 2 ആയി. പിന്നെ മൂന്നാമത്തത് എന്താണ്? നെല്ല്, പശു, കഴുകൻ. അപ്പോൾ 3 ആയി. നാലാമത്തതോ നെല്ല്, പുൽച്ചാടി, പിന്നെ കിളി, അങ്ങനെ വന്നിട്ട് 4ാമത്തതായിട്ടുണ്ട്. അതുപോലെ തന്നെ നെല്ല്, പുൽച്ചാടി, കുരങ്ങൻ, പുലി പറഞ്ഞിട്ട് 5 ആയി. പിന്നെയോ നെല്ല്, എലി, ആ രീതിയിൽ 6 ആയി. പിന്നെ നെല്ല്, മാന്, പുലി പറഞ്ഞിട്ട് 7 ആയില്ലേ? അപ്പോൾ 7 പിന്നെ ചെയിൻ ഉണ്ട് അല്ലേ? ഇവിടെ ഫുഡ് ചെയിൻ ഉണ്ട്. അപ്പോൾ ഈ 7 ഫുഡ് ചെയിനും കൂടിച്ചേർന്ന്, ഒരുപാട് ഫുഡ് ചെയിൻ കൂടിച്ചേർന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്തതായിട്ട് പിന്നെ പറയുന്നത് എന്താണ്? ഹാവ് യു സീൻ ദ വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ് ഓൺ ലാൻഡ്? ഇൻ ദിസ് വേ ദ സീ ഓൾസോ ഹാസ് വേരിയസ് ഫുഡ് റിലേഷൻഷിപ്പ്. അതായത് നമ്മുടെ കരയിലുള്ള പോലെ തന്നെ വെള്ളത്തിലുണ്ട് ഇതുപോലെ ഫുഡ് വെബും ഫുഡ് ചെയിനും ഒക്കെ. അപ്പം നമുക്ക് എന്താന്ന് നോക്കിയാലോ? അപ്പോൾ കുറച്ച് മീനുകൾ, കുറച്ച് സാധനങ്ങളെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഷാർക്കാണ്. രണ്ടാമത്തത് ഷാർക്ക് പറഞ്ഞാൽ സ്രാവ്. രണ്ടാമത്തത് സാർഡൈൻ ആണ്. സാർഡൈൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ്.
പിന്നെ സ്മോൾ ഫിഷസ് ചെറിയ ചെറിയ മീനുകൾ, പിന്നെ സീ ടർട്ടയിലാണ് കടലാമ, പിന്നെ പ്ലാങ്ക്ടൺ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളത്തിനടിയിൽ കാണുന്ന ഒരു തരം പ്ലാന്റ്സ് ആണ് കേട്ടോ. അതിങ്ങനെ പൊങ്ങി ഇങ്ങനെ നടക്കുന്ന ഒരു പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമുക്ക് കൂടുതൽ നോക്കാം. പ്ലാങ്ക്ടൺ ആർ സ്മോൾ പ്ലാന്റ്സ് ദാറ്റ് ഫ്ലോ ഫ്രീലി ഇൻ വാട്ടർ ബോഡീസ്. അപ്പോൾ വെള്ളത്തിൽ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ചെറിയ തരം ചെടികളെയാണ് നമ്മൾ പ്ലാങ്ക്ടൺ എന്ന് പറയുന്നത്. ദേ ആർ ദ പ്രൊഡ്യൂസേഴ്സ് ഇൻ ദ ഹാബിറ്റേറ്റ് സിസ്റ്റം ഓഫ് ദ ഓഷ്യൻ. അപ്പോൾ എന്താണ് പറയുന്നത്, കടലിനടിയിലുള്ള പിന്നെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവർ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ പ്രൊഡ്യൂസേഴ്സ്, പ്ലാങ്ക്ടൺ നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയാൻ കാരണം എന്ന് മനസ്സിലായോ? എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ ഒരുപാട് പിന്നെ ഫുഡ് വെബ് നോക്കിയല്ലോ, ഫുഡ് ചെയിനൊക്കെ നോക്കി. അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് എന്താണ്, തുടക്കക്കാരൻ ആരാണ്? പ്ലാന്റ്സ് ആണ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ കടലിൽ വെള്ളത്തിൻ്റെ അടിയിൽ നമ്മൾ ഏത് ഒരു ഫുഡ് വെബ് എടുത്ത് നോക്കിയാലും, ഫുഡ് ചെയിൻ എടുത്ത് നോക്കിയാലും അതിൻ്റെ തുടക്കക്കാരൻ ഈ പ്ലാങ്ക്ടൺ ആയിരിക്കും കേട്ടോ. പ്ലാങ്ക്ടൺ പ്ലാന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് തുടക്കക്കാരനായതുകൊണ്ട് തന്നെ അതിന് നമ്മൾ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ താഴെ നമുക്ക് കുറച്ച് ഓർഗാനിസംസും അതിൻ്റെ ഫുഡും എന്താണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഷാർക്കിൻ്റെ ഫുഡ് എന്താണ്? സ്ക്വിഡ് പറഞ്ഞാൽ കണവയാണ് കേട്ടോ. പിന്നെ ഫിഷസ് ഉണ്ട്, സീ ടർട്ടയിലും ഉണ്ട്, കടലാമയുണ്ട്. പിന്നെ അടുത്ത പോലെ തന്നെ സാർഡിൻ, അതിൻ്റെ പിന്നെ ഫുഡ് എന്ന് പറയുന്നത്, മത്തിയുടെ ഫുഡ് എന്ന് പറയുന്നത് സ്മോൾ ഫിഷസും പ്ലാങ്ക്ടണും ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലാങ്ക്ടൺ എന്താണെന്ന് പറഞ്ഞല്ലോ. പിന്നെ സീ ടർട്ടയിലിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് പ്ലാന്റ് പാർട്സും ഫിഷസും ആണ്. പിന്നെ സ്മോൾ ഫിഷസിൻ്റെത് പ്ലാങ്ക്ടൺ ആണ് കേട്ടോ. അപ്പോൾ അത്രയാണ് ആ ഒരു ബോക്സിൽ പറയുന്നത്. പിന്നെ സോ മെനി ഫുഡ് റിലേഷൻഷിപ്പ്, അതിൽ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുള്ള ഒരു മരം കുറച്ചധികം ദിവസം നിരീക്ഷിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് മരത്തിൽ കാണുന്ന ജീവികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വേർഡ് വെബ് അല്ല, ഒരു ഫുഡ് വെബ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓക്കെ അല്ലേ? അടുത്തത് എന്താണ്? ഫോർ സർവൈവൽ ഒബ്സർവ് ദ പിക്ചർ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പിക്ചറിൽ എന്തൊക്കെയുണ്ട് പറഞ്ഞേ? ഒരു ആമ ഉണ്ട് അല്ലേ, ഒരു ടെർട്ടിലുണ്ട്, അതുപോലെ ക്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, 2 എണ്ണം ഉണ്ട്. പിന്നെ ഗ്രാസ് ഹോപ്പർ ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ഫിഷ് ഉണ്ട്, പിന്നെ അതുപോലെ എന്താണുള്ളത്, ക്രാബ് ഉണ്ട്, പിന്നെ സ്നെയിലുണ്ട്, അതുപോലെ ഡക്ക് ഉണ്ട്, ഡക്ലിങ്സ് ഉണ്ട് അല്ലേ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അല്ലേ ഇതിൽ. അപ്പോൾ ഡിഡ് യു സീ ദ ഫിഷ് ഇൻ ദ പൂൾ? ഈ പൂളിൽ നിങ്ങൾ ഫിഷിനെ കണ്ടോ? വാട്ട് കമ്പോണൻസ് ഡസ് ദ ഫിഷ് നീഡ് ടു സർവൈവ്? ഫിഷിന് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ട്? ഇവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ട്. സൺലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അക്വാറ്റിക് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് ഓക്സിജൻ കൊടുക്കാം അല്ലേ മൂന്നാമതായിട്ട്. പിന്നെയോ, ഡോണ്ട് യു തിങ്ക് അതർ ഓർഗാനിസംസ് ഇൻ ദ പോണ്ട് ഓൾസോ നീഡ് ദീസ് കമ്പോണൻസ് ടു സർവൈവ്? കാറ്റഗറൈസ് ആൻഡ് ലിസ്റ്റ് ദ കമ്പോണൻസ് ഓഫ് ദ പോണ്ട്. ഈ പോണ്ടിലുള്ള വേറെയും കുറേ ഓർഗാനിസംസ് ഉണ്ടല്ലോ, അതിൽ ലിവിങ് തിങ്സ് ഏതാണ്, നോൺ ലിവിങ് തിങ്സ് ഏതാണെന്ന് തരംതിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലിവിങ് തിങ്സ് എന്ന് പറയുന്നത് ജീവനുള്ളവ എന്നുള്ള അർത്ഥത്തിലാണ്. നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തവ. അപ്പോൾ ലിവിങ് തിങ്സിൽ നമുക്ക് ഈ പിക്ചറിന് എന്തൊക്കെ എഴുതാം? ഡക്ക് എഴുതാം, ക്രെയിൻ, ഫ്രോഗ്, സ്നെയിൽ, പിന്നെയോ ഡ്രാഗൺ ഫ്ലൈ, പിന്നെ ഗ്രാസ് ഹോപ്പർ, ഫിഷസ്, ക്രാബ്, പിന്നെ പ്ലാന്റും ജീവനുള്ളവയാണ് കേട്ടോ. ചെടികളും ജീവനുള്ളവയാണ്, അതും കൂടെ കൊടുക്കാം. അടുത്തതായിട്ട് നോൺ ലിവിങ് തിങ്സിൽ എന്തൊക്കെ കൊടുക്കാം? റോക്ക് കൊടുക്കാം, സാൻഡ് കൊടുക്കാം, മണൽ, പൂഴി എന്നൊക്കെ പറയുന്ന സംഭവം അത് കൊടുക്കാം. ക്ലേ, ചളിയൊക്കെ ഉണ്ടാവുമല്ലോ വെള്ളത്തിൻ്റെ അടിയിൽ, അത് കൊടുക്കാം. വാട്ടർ, പിന്നെ സൺലൈറ്റ്, വെള്ളത്തിലേക്ക് സൂര്യൻ ഇങ്ങനെ പിന്നെ വെളിച്ചടിക്കുന്നുണ്ട് അല്ലേ, അപ്പോൾ സൺലൈറ്റ് കൊടുക്കാം. പിന്നെ മെയിനായിട്ട് ഓക്സിജൻ ഉണ്ടാവില്ലേ വെള്ളത്തിൽ, അപ്പം ഓക്സിജനും കൂടെ കൊടുക്കാം നോൺ ലിവിങ് തിങ്സിൽ. അടുത്തത് ദ ഹാബിറ്റേറ്റ്, വാസസ്ഥലം, അതാണ് കേട്ടോ. എ പാഡി ഫീൽഡ് ഈസ് എൻ എൻവയോൺമെൻറ്റ് ദാറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ കമ്പോണൻറ്റ്സ് നെസസറി ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് വേരിയസ് ഓർഗാനിസംസ്. എപ്പാർട്ട് ഫ്രം ഫിഷ് ഇറ്റ് ഈസ് ഓൾസോ ഹാബിറ്റേറ്റ് ടു മെനി അതർ ക്രിയേച്ചേഴ്സ്. അതായത് നമ്മുടെ വയൽ, പാഡി ഫീൽഡ് പറഞ്ഞാൽ വയൽ, നമ്മുടെ എൻവയോൺമെൻറ്റിൽ ഏറ്റവും കൂടുതൽ
പിന്നെ ജീവികൾക്ക് ജീവിക്കാനുള്ള ഒരു വാസസ്ഥലമാണ്. നിരവധി ജീവികളുണ്ട് അല്ലേ, ഫിഷ് പോലുള്ള നിരവധി ജീവികൾ ജീവിക്കുന്ന ഒരു വാസസ്ഥലമാണ് ഹാബിറ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന പാഡി ഫീൽഡ്. അതുപോലെ പാഡി ഫീൽഡ് പോലെ വേറെയും ആർ ദർ എനി അതർ ഹാബിറ്റേറ്റ് ലൈക്ക് ദിസ് അറൗണ്ട്, നമ്മുടെ ചുറ്റുപാടും വേറെ ഇതുപോലെ ഹാബിറ്റേറ്റ്സ് ഉണ്ടോ അതാണ് ചോദിക്കുന്നത്. അതുപോലത്തെയാണ് പോണ്ട് ഉണ്ട് അല്ലേ, ഡെസേർട്ട് ഉണ്ട്, ഗ്രാസ് ലാൻഡ് ഉണ്ട്. അതുപോലെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കൂടുതൽ വാസസ്ഥലമായിട്ട് കൂടുതൽ ജീവികൾക്ക് ജീവിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് അല്ലേ. ഒബ്സർവ് ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഇൻ യുവർ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിനടുത്തുള്ള ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഒന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ഈസ് എ ഹാബിറ്റേറ്റ് ടു മെനി ക്രിയേച്ചേഴ്സ് വിച്ച് ആർ ദേ. ഇവിടെ ഏതൊക്കെ ജീവികളാണുള്ളത്? ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ, അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പർ ഉണ്ട്, അതുപോലെ ഡ്രാഗൺ ഫ്ലൈ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, കുറേ ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ ഫേവറബിൾ കണ്ടീഷൻസ് ഫോർ ദ പ്രസൻസ് ഓഫ് വേരിയസ് ഓർഗാനിസം ഫൗണ്ട് ഇൻ ദ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. ഇവിടെ എന്തുകൊണ്ടാണ് ഇവർ വരുന്നത്? ഇവർക്ക് പിന്നെ എന്തോ കഴിക്കാനുള്ള ഒരു കണക്ഷൻ ഉണ്ടായിട്ടാണല്ലോ ഇവർ വരുന്നത്. അപ്പോൾ പൂമ്പാറ്റ വരുന്നത് പൂവുണ്ടായത് കൊണ്ടാണ് അല്ലേ. അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പറൊക്കെ വരുന്നത് ഇലകളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊന്നിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഒബ്സർവ് ആൻഡ് പ്രിപ്പയർ നോട്ട്സ്. അപ്പോൾ അത് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്ലാസ്സിൽ നിന്ന് ചെയ്യേണ്ട വർക്കാണ്. പിന്നെയുള്ളത് ലിവിങ് തിങ്സ് ക്യാൻ എക്സിസ്റ്റ് ഓൺലി ബൈ ഡിപ്പെൻഡിങ് ഓൺ നോൺ ലിവിങ് തിങ്സ്. നമ്മൾ ജീവനുള്ള ഒരു ജീവിക്ക് ജീവിക്കണമെങ്കിൽ ജീവനില്ലാത്തതിനെ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. ലിവിങ് തിങ്സിന് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിച്ച് മാത്രമേ പറ്റുള്ളൂ. ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫിഷിന് ജീവിക്കണമെങ്കിൽ ഓക്സിജനും സൺലൈറ്റും വാട്ടറും ഒക്കെ വേണം. ആ ഓക്സിജൻ ആയാലും സൺലൈറ്റ് ആയാലും വാട്ടർ ആയാലും ഒന്നും ജീവനുള്ളവയല്ല. അപ്പോൾ ഫിഷ് ജീവനുള്ളത് ജീവിക്കണമെങ്കിൽ ജീവനില്ലാത്ത സൺലൈറ്റും വാട്ടറും ഓക്സിജനൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ലിവിങ് തിങ്സിന് എപ്പോഴും ജീവിക്കണമെങ്കിൽ നോൺ ലിവിങ് തിങ്സിനെ ആശ്രയിച്ച് മാത്രമേ പറ്റുകയുള്ളൂ. അടുത്തതായിട്ട് എവറി ലിവിങ് തിങ്സ് ഹാസ് എ സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്. ഡിസ്കസ് വിത്ത് യുവർ ഫ്രണ്ട്സ്. ക്യാൻ യു സജസ്റ്റ് എ സ്യൂട്ടബിൾ ഡെഫിനിഷൻ ഫോർ ഹാബിറ്റേറ്റ്? ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ് ആൻഡ് ഫൈൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഹാബിറ്റേറ്റ്സ്. ഒബ്സർവ് ദ ഫിഗർ വിച്ച് ആർ ദ ഹാബിറ്റേറ്റ്സ് ഷോൺ ഹിയർ. അപ്പോൾ താഴെ ഒരുപാട് ഹാബിറ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ താഴെ 4 ഹാബിറ്റേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. വാസസ്ഥലങ്ങൾ ഒന്നാമത്തേത് ഏതാണ്? ഗ്രാസ് ലാൻഡ് ആണ് അല്ലേ. അടുത്തതോ ഡെസേർട്ടാണ്. പിന്നെ റിവറാണ് അല്ലേ. പിന്നെ ഏതാണ് കൊടുത്തിട്ടുള്ളത്? പോളാർ റീജിയൻ ആണ്. അതായത് ഒരു കോൾഡ് ഏരിയ ആണ് അല്ലേ. അപ്പം താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രാസ് ലാൻഡും ഡെസേർട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ റിവർ കൊടുക്കുക, പിന്നെ ഒരു കോൾഡ് ഏരിയ എന്ന് കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് ഫുഡ് കാർഡാണ്. ദ ഫുഡ് കാർഡ്സ് ഓഫ് 2 ക്രിയേച്ചേഴ്സ് ആർ ഷോൺ ഇൻ ദ പിക്ചർ. 2 ക്രിയേച്ചേഴ്സിൻ്റെ ഫുഡ് കാർഡാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ ക്രിയേച്ചർ ആരാണ്? ക്രോ ആണ് അല്ലേ, കാക്കയാണ്. അപ്പോൾ കാക്കയുടെ ഫുഡ് എന്തൊക്കെയാണ്? സ്മോൾ ക്രിയേച്ചേഴ്സ്, ചെറിയ ജീവികളൊക്കെ കഴിക്കും. പിന്നെ ഫ്രൂട്ട്സ്, ഗ്രെയിൻസ് പറഞ്ഞാൽ ധാന്യങ്ങളാണ് കേട്ടോ. പിന്നെ ഫുഡ് വേസ്റ്റ്, റിമൈൻസ് ഓഫ് ഡെഡ് ഓർഗാനിസം. ഡെഡ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചത്ത് കിടക്കുന്ന ജീവികളൊക്കെ ഉണ്ടല്ലോ, കുത്തി തിന്നുന്നതൊക്കെ കാണാമല്ലോ. അതൊക്കെയാണ് കാക്കയുടെ ഫുഡായിട്ട് വരുന്നത്. പിന്നെ ആടാണ് കേട്ടോ ക്രിയേച്ചർ. അതിൻ്റെ ഫുഡ് പറയുന്നത് ഗ്രാസ്, ലീവ്സ്, ഗ്രെയിൻസ്, പുല്ല്, ഇലകൾ, ധാന്യങ്ങളാണ് കേട്ടോ. ഇൻ ദിസ് വേ പ്രിപ്പയർ ദ ഫുഡ് കാർഡ് ഓഫ് 2 അതർ ക്രിയേച്ചേഴ്സ്. അപ്പം നിങ്ങൾ വേറെ 2 ക്രിയേച്ചേഴ്സിനെ എടുക്കുക, എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഫുഡും കൂടെ എഴുതുക. അപ്പം നമ്മൾ ടൈഗർ എടുക്കാം. ക്രിയേച്ചറായിട്ട് ടൈഗർ എടുക്കാം. അതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത് പിന്നെ നമുക്ക് റാബിറ്റ് എഴുതാം, ഡിയർ എഴുതാം, അതുപോലെ തന്നെ ഫോക്സ് എഴുതാം. അങ്ങനെയൊക്കെ എഴുതാം. അതുപോലെ നിങ്ങളും 1-2 എണ്ണം കൂടെ കണ്ടെത്തുക കേട്ടോ. അടുത്തതായിട്ട് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ നമ്പേഴ്സ് ഗോ അപ്പ് ഓർ ഡൗൺ. അപ്പോൾ ഇതിലേതെങ്കിലും ജീവികൾ കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ എന്താ സംഭവിക്കുക എന്നാണ് ചോദിക്കുന്നത്. എക്സാമിൻ ദ ഫുഡ് വെബ്. അപ്പോൾ ഈ ഫുഡ് വെബ് ഒന്ന് നമുക്ക് നോക്കാം. ഓരോ ഫുഡ് ചെയിൻ കൂടി ചേരുമ്പോഴാണ്, കുറേ ഫുഡ് ചെയിൻ കൂടി ചേരുമ്പോഴാണ് ഒരു ഫുഡ് വെബ് ആവുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഒരുപാട് 3 ഫുഡ് ചെയിൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇതൊരു ഫുഡ് വെബായി വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് തന്നെ പ്ലാന്റ്സിലാണ്. പ്ലാന്റ്സ് ഗ്രാസ് ഹോപ്പർ തിന്നുന്നുണ്ട്. ഗ്രാസ് ഹോപ്പർ കഴിഞ്ഞാൽ ഹെന്ന് കഴിഞ്ഞാൽ ഫോക്സ് കഴിഞ്ഞാൽ ടൈഗർ അല്ലേ. പിന്നെയോ പ്ലാന്റ്സ് കഴിക്കുന്നത് ബുള്ളാണ്. ബുള്ളിനെ
ടൈഗർ കഴിക്കുന്നു. വീണ്ടും ഗ്രാസ് നമ്മൾ ലീഫുകൾ കഴിക്കുന്നത് മാന് ടൈഗർ കഴിക്കുകയാണ്. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ടൈഗർ ഡിസപ്പിയർ ഫ്രം ദിസ് ഹാബിറ്റേറ്റ്? അപ്പോൾ ഇതിൽ നിന്ന് ഈ ടൈഗർ അങ്ങോട്ട് ഇല്ലാണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക അല്ലേ? ഇവിടെ ഫോക്സിനെ കഴിക്കുന്നതും ബുള്ളിനെ കഴിക്കുന്നതും മാനിനെ കഴിക്കുന്നതും എല്ലാം ടൈഗറാണ്. അപ്പോൾ ഈ ടൈഗർ അങ്ങ് ഇല്ലാണ്ടായാൽ ഫോക്സിൻ്റെ എണ്ണം കൂടും, ബുള്ളിൻ്റെ എണ്ണം കൂടും, മാനിൻ്റെ എണ്ണം കൂടും. അപ്പോൾ എന്തായി? മാൻ എന്താണ് കഴിക്കുന്നത്? പുല്ല്, ഇലകളൊക്കെ ആണല്ലോ. അപ്പോൾ ഇലകളൊന്നും ഇല്ലാണ്ടാവും. മാനിൻ്റെ എണ്ണം കൂടിയിട്ട് മാനുകൾക്ക് കഴിക്കാൻ പോലും ഇലകളില്ലാണ്ടാവും അല്ലേ? ബുള്ളായാലും ഇലകളാണ് കഴിക്കുന്നത്. ഫോക്സ് ആണെങ്കിലോ ഫോക്സ് നിറയെ വന്നിട്ട് ഫോക്സ് കഴിക്കുന്ന കോഴിയൊക്കെ ഒരു ഒറ്റൊന്ന പോലും ഇല്ലാതാവും. അങ്ങനെയല്ലേ സംഭവിക്കുക? ഫോക്സ് നാട്ടിലൊട്ടാകെ കൂടും അല്ലേ? കുറുക്കന്മാരുടെ ശല്യം കൂടും. അപ്പോൾ എല്ലാം നമുക്ക് വേണ്ടിയതുപോലെ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഭക്ഷണം അതിൻ്റേതായിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളും അതുപോലെ നിലനിൽക്കുള്ളൂ. വിച്ച് ഓർഗാനിസംസ് വിൽ ഇൻക്രീസ് ഇൻ നമ്പർ? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ഡിയർ പോപ്പുലേഷൻ ഇൻക്രീസസ്? അപ്പോൾ അതായത് ഓരോ ജീവികളും കൂടുകയാണെങ്കിലും കുറയുകയാണെങ്കിലും മറ്റ് ജീവികളെ അത് നന്നായിട്ട് ബാധിക്കും. അപ്പം ഓരോന്നും വേണ്ടിയ പോലൊക്കെ തന്നെ വേണമെന്നാണ് പറയുന്നത്. പിന്നെന്താണ്? വൈ ടൈഗർ കൺസർവേഷൻ? ദ ടൈഗർ ഈസ് വൺ എമംഗ് ദ ഹയസ്റ്റ് ലിങ്ക് ഇൻ ദ ഫുഡ് വെബ്. ഇപ്പോൾ ഇതിൽ മെയിനായിട്ട് നിൽക്കുന്ന ആളാരാണ്? ടൈഗറാണ് അല്ലേ? ഓർഗാനിസംസ് ഇൻ ഈച്ച് ലിങ്ക് പ്ലേ എ കീ റോൾ ഇൻ മെയിൻറ്റെയിനിങ് ഹെൽത്തി നമ്പർ ഓഫ് ഹെർബിവോഴ്സ് ആൻഡ് കാർണിവോഴ്സ് ഇൻ ആൻ എക്കോസിസ്റ്റം. നമ്മുടെ എക്കോസിസ്റ്റത്തിൽ അതായത് ഹെർബിവോഴ്സ് കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താണെന്ന് പറഞ്ഞുതരാം. ഹെർബിവോഴ്സ് എന്ന് പറഞ്ഞാൽ സസ്യജന്തുക്കളാണ്. കാർണിവോഴ്സ് എന്ന് പറഞ്ഞാൽ മീറ്റ് മാത്രം കഴിക്കുന്ന മാംസജന്തുക്കളുമാണ് കേട്ടോ. അപ്പോൾ സസ്യജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ഡീറ്, കൗ, ഗോട്ട് പോലുള്ളവ. മാംസജന്തുക്കൾ എന്ന് പറഞ്ഞാൽ ടൈഗർ, ഡോഗ്, ലയണ് പോലുള്ളവ. അപ്പോൾ അവരൊക്കെ ഈ നമ്മുടെ എക്കോസിസ്റ്റത്തിൽ വേണ്ടിയ പോലെ നിന്നാൽ മാത്രമേ ഉള്ളൂ ഒരു നമ്മളെ എക്കോസിസ്റ്റം ക്ലിയർ ആവുള്ളൂ. ഇഫ് സം ഓർഗാനിസംസ് ഇൻ ദ ലോവർ ലിങ്ക്സ് ഓഫ് ദ ഫുഡ് വെബ് ഡിസപ്പിയർ ദേ മേ ബി റീപ്ലേസ്ഡ് ബൈ അതർ ഓർഗാനിസംസ് ദാറ്റ് പെർഫോം ഇൻ സെയിം ഫങ്ഷൻ. ഇഫ് ദർ ആർ നോ അതർ ക്രിയേച്ചേഴ്സ് ലൈക്ക് ദ ടൈഗർ ദർ ആർ നോ വൺ ഓഫ് ദ പെർഫോം ഇറ്റ് ഫങ്ഷൻ. അപ്പോൾ ഒന്നിന് പകരം മറ്റൊന്ന്. അപ്പോൾ ടൈഗർ ഇല്ലാണ്ടായാലും നമ്മൾ പറഞ്ഞ പോലെ ടൈഗറിൻ്റെ സ്ഥാനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നുമില്ല. ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള ജോലിയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം നമ്മുടെ എക്കോസിസ്റ്റത്തിൽ സംഭവിക്കുമെന്നാണ് കേട്ടോ പറയുന്നത്. Therefore, conservation of high-ranking organisms like the tiger is priority by conserving tigers. Larger habitat is being conserved. അതുകൊണ്ടൊക്കെ തന്നെയാണ് ടൈഗറിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കണം എന്ന് പറയുന്നത്. കാരണം ടൈഗർ, ലയൺ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഒരുപാടുള്ള സംഭവങ്ങൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ആട്, നമ്മളെ വീട്ടിലൊരാട് അല്ലെ ഒരു പശു നമ്മുടെ വീട്ടിലൊരു പുല്ല് തന്നെയാണ് തിന്നുന്നതെന്ന് വിചാരിച്ചാൽ ആ പുല്ലൊരു ദിവസം അങ്ങ് മാറ്റിയാൽ ആടായാലും പശുവായാലും അടുത്ത പ്ലാവിലയിലേക്കോ അങ്ങനെ അടുത്തത് കഴിക്കാൻ വേണ്ടി പോകും. പക്ഷേ നമ്മുടെ ഈ ടൈഗർ പോലുള്ള മെയിനായിട്ടുള്ള സംഭവങ്ങൾ ഇല്ലാതാവുകയാണെങ്കിൽ എന്തായി? മറ്റുള്ളവർ അത് കൂടി വരികയും ചെയ്യും. നമ്മുടെ എക്കോസിസ്റ്റത്തിനെ തന്നെ അത് ബാധിക്കുകയും ചെയ്യും.